കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയ എക്സിറ്റ് പോൾ നടത്തിയ പല ചാനലുകളും അവരുടെ പ്രവചനങ്ങൾ ശരിയാവുകയാണെങ്കിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 16 സീറ്റും UDF നേടാനാണ് സാധ്യത. UDFനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ 4 സീറ്റ് നേടിയിരുന്നത് LDF ആണ്. പക്ഷെ ഇത്തവണ 16 സീറ്റും UDF നേടുമെന്നാണ് പല ചാനലുകളും പറയുന്നത്. CPMന്റെ തന്നെ ആന്തരികമായ കണക്കുകൾ പ്രകാരം അവർക്ക് നേരത്തെ അവരുടെ കയ്യിലുണ്ടായിരുന്ന പൊന്നാനി, തവനൂർ സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ മന്ത്രി അബ്ദുറഹ്മാൻ ജയിച്ച താനൂർ സീറ്റും അവർക്ക് നഷ്ടപ്പെടും എന്ന് പറയുന്നു. നേരത്തെ PV അൻവർ ജയിച്ചിരുന്ന നിലമ്പൂർ ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് പോയിരുന്നു. തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ UDF ആണ് ജയിച്ചത്. അങ്ങനെ വരുന്ന സമയത്ത് 16 സീറ്റും ഒരു മുന്നണി തന്നെ കേരളത്തിൽ വാരിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സൂചനകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ, ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ LDF നേതാക്കൾ, ഇടതുപക്ഷ മുന്നണി നേതാക്കൾ, CPM നേതാക്കൾ അവർ ആരോപിച്ചിരുന്നു, കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുന്നേറ്റമായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഭരണം നിയന്ത്രിക്കാൻ പോകുന്നത് UDF ആയിരിക്കില്ല, മുസ്ലിം ലീഗ് ആയിരിക്കും ഭരണം നിയന്ത്രിക്കാൻ പോകുന്നത്. മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ UDFനെ നിയന്ത്രിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പേരാമ്പ്രയിലൊക്കെ LDF കൺവീനർ TP രാമകൃഷ്ണനെതിരായിട്ട് വലിയ ക്യാമ്പയിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ കാൻഡിഡേറ്റിനെ കുറിച്ച് തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഫാത്തിമ തഹ്ലിയ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി മാത്രമല്ല, അവർ ജമാഅത്തിന്റെയും വെൽഫെയർ പാർട്ടിയുടെയും കൂടി സ്ഥാനാർത്ഥിയാണ് എന്ന ആരോപണമൊക്കെ ഉയർന്നിരുന്നു. അങ്ങനെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ പറയുന്നത് അവർ കേരളത്തിലെ ഓരോ മേഖലയെ തിരിച്ച് വിശകലനം നടത്തിയിട്ടുണ്ട്, ഓരോ ഏജ് ഗ്രൂപ്പിനെ കുറിച്ചുള്ള വിശകലനം നടത്തിയിട്ടുണ്ട്, സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും കുറിച്ചൊക്കെ വിശകലനം നടത്തിയിട്ടുണ്ട്. ഈ വിശകലനങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം N ബ്ലോക്കായി UDFനെ പിന്തുണച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പൊ അതിനർത്ഥം കേരളത്തിൽ 16 സീറ്റിലും, മലപ്പുറം ജില്ലയിലെ 16 സീറ്റും UDFന് ലഭിക്കുന്ന സമയത്ത് മുസ്ലിം ന്യൂനപക്ഷം പൂർണ്ണമായിട്ട് UDFന്റെ പിറകെ അണിനിരന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് വെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗിന്റെയൊക്കെ ആവശ്യങ്ങൾ ഉയരുന്നത്. ഭരണം തങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഞങ്ങൾക്ക് പുതിയ ജില്ല വേണം എന്ന ആവശ്യം അവർ ഉയർത്തിയിരിക്കുകയാണ്. അപ്പം ഒരു ജില്ലക്ക് വേണ്ടിയുള്ള ആവശ്യം ഉയരുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ അതൊരു മതപരമായ അടിസ്ഥാനത്തിലുള്ള ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് മുമ്പ് 1960കളുടെ അവസാനത്തിൽ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായിട്ട് വലിയ സമരമുണ്ടായത്. അന്ന് മലപ്പുറം ജില്ല രൂപീകരിക്കാൻ മുൻകൈ എടുത്തത് ഇടതുപക്ഷമായിരുന്നു. പക്ഷെ ഇന്ന് മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് ആവശ്യപ്പെടുന്നത് മത തീവ്രവാദ സംഘടനകളായിരുന്നു. ഇപ്പോൾ മുസ്ലിം യൂത്ത് ലീഗും അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇനി അവർക്ക് 5ാം മന്ത്രി, 6ാം മന്ത്രി, ഇനി മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി വേണം എന്ന ആവശ്യവും ഉയരാനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പോൾ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് മുസ്ലിം സമുദായം പൂർണ്ണമായിട്ടും UDFനെ പിന്തുണച്ചു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് നിന്ന് BJPക്ക് 11% വോട്ട് മാത്രമാണ് കിട്ടിയത്. അതേസമയത്ത് മുസ്ലിങ്ങളുടെ BJPക്ക് കാര്യമായ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. ഈവൻ LDFന് പോലും മുസ്ലിങ്ങളുടെ വിഭാഗത്തു നിന്ന് വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. മുസ്ലിം വോട്ട് പൂർണ്ണമായിട്ടും UDFിലേക്കാണ് പോയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഗതി അങ്ങോട്ടാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കണക്കുകൾ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏതാണ്ട് മലപ്പുറം ജില്ലയിൽ 30% ഹിന്ദുക്കൾ ഉള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയുള്ള സംവരണ മണ്ഡലത്തിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥാനാർത്ഥികളും, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും, മുസ്ലിമുകളായിട്ടുള്ള ആളുകളെ മാത്രമാണ് നിർത്തിയിരുന്നത്. നമുക്കറിയാം പൊന്നാനി LDFിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അങ്ങനെ LDFിന്റെ ശക്തി കേന്ദ്രമായിരുന്ന, വർഷങ്ങളായിട്ട് LDF ജയിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്ത് നിലവിലുള്ള P നന്ദകുമാർ എന്ന് പറയുന്ന LDF നേതാവിനെ, CPM നേതാവിനെ മാറ്റിയിട്ട് മറ്റൊരു മുസ്ലിം നാമധാരിയായ ആളെയാണ് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് കൊടുത്താൽ മാത്രമേ അവിടെ നിന്ന് ജയിച്ചു വരാൻ കഴിയൂ എന്നുള്ളൊരു സൂചനയാണ്. അപ്പം UDFിൽ, LDFിൽ CPMന് പോലും കഴിയാത്ത വിധത്തിൽ, കാരണം അവർ പോലും ഈ ഒരു മതപരമായ ഈ സ്വാധീനത്തിന് അവർ വഴങ്ങുകയാണ്. 16 പേരിൽ ഒരു സംവരണ മണ്ഡലത്തിൽ മാത്രമുള്ള ഒരാളൊഴികെ ബാക്കി എല്ലാവരും, ഒരു ഹിന്ദു
പോലും സ്ഥാനാർത്ഥിത്വം അവർ നൽകിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തവനൂരിൽ ഹിന്ദു സ്ഥാനാർത്ഥിക്ക് സീറ്റ് UDF കൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണ അത് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിക്കാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഹിന്ദുക്കൾക്ക് UDF സംവിധാനത്തിനകത്ത് മലപ്പുറം ജില്ലയിൽ യാതൊരു സ്ഥാനവും കിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതൃത്വത്തിൽ ഒരു ഭരണമായിരിക്കും നടക്കാൻ പോവുക എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.